നോക്കണ്ട ഉണ്ണി, ഇത് ഞാനല്ല. എനിക്കൊന്നൊരു 10-300-400 കോഴിമുട്ടേറ്റ് വന്ന് എറിഞ്ഞു. പൊട്ടറ്റോ ഷോട്ടിൽ എറിഞ്ഞ് കറക്റ്റായിട്ട് പൊസിഷനിൽ കൊണ്ടില്ലെങ്കിൽ പിന്നെ അത് വാഷ് ചെയ്ത് മുടിയൊക്കെ ഉണക്കി ഡ്രസ്സൊക്കെ ഉണക്കിയിട്ടുണ്ടാകും. പിന്നെ അങ്ങനെയൊക്കെ കുറേ പ്രാവശ്യം എടുത്താലേ അത് ശരിയാവുള്ളൂ. ആ ജിങ്കി ചക്ക് ചാക്ക് ജിങ്കി ചക്ക ഞാൻ വാച്ച് നോക്കുകയാണ്. മണി വെളുപ്പിന് 3 മണി നമ്മൾ ആ ട്രെയിനിൽ പിടിച്ച് ജിങ്കി ചക്ക് ചാക്ക് ജിങ്കി ചക്ക. മോഹൻലാൽ 90 വയസ്സായതാണ്. അപ്പോൾ യൂത്ത് ഫെസ്റ്റ് നാടാമെന്ന് പ്രൈസ് അനൗൺസ് ചെയ്തപ്പോഴത്തേക്കും ബെസ്റ്റ് ഡ്രാമ കമ്പ്യൂട്ടർ പോയി ബെസ്റ്റ് ആക്ടർ മോഹൻലാൽ. അപ്പോൾ മോഹൻലാൽ തന്നെ പറയും ഇങ്ങനെ മോഹൻലാലിൻ്റെ മൂത്ത ആദ്യമായിട്ട് മേക്കപ്പ് ഇട്ട് എൻ്റെ ഐശ്വര്യമാണ്. ഞാൻ അല്ല, ഞാൻ 8 വരെ മേക്കപ്പ് ഇട്ടു, ഒരാളല്ലേ വന്നുള്ളൂ. അങ്ങനെ ഒരു അവതാരമാണ് അതെന്ന് ഞാൻ എപ്പോഴും പറയാറ്. ഈ സൽമാൻ ഖാൻ്റെ മസിൽ കണ്ടിട്ട് ആഗ്രഹം തോന്നിയ ഒരാളാണ്. ബീച്ചേട്ടൻ ഒരു ദിവസം ജിംഖാനെ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ മോള് വളരെ നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ, രസമായിട്ട് ചെയ്തിട്ടുണ്ട് അവള്. എടാ നിനക്കെന്താടാ അത് ആ സാധനം നിനക്കെന്താ ഇപ്പോഴും അത് മനസ്സിലാവാത്ത? മീഡിയ വൺ ഷോമോളിനൊപ്പം നിഷാന്ത് സാഗർ, ഹരിശ്രീ അശോകൻ, മണി മുരുകരാജ്. സ്വാഗതം. ഇപ്പോൾ നിയമസഭാ ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ, പൊളിറ്റിക്കൽ ഡ്രാമയുമായിട്ട് വരികയാണ്. ഇതൊരു റിലീസിന് പറ്റിയ സമയമാണെന്ന് തോന്നുന്നുണ്ട് ചേട്ടാ? അല്ല, അങ്ങനെ സമയം നോക്കി റിലീസ് ചെയ്തതല്ല. ഇതിന് ശരിക്ക് ഒരു പൊളിറ്റിക്സ് സബ്ജക്റ്റ് അല്ല, ഇത് ഒരു ഫാമിലിയും ഉണ്ട്. ഉണ്ണികൃഷ്ണൻ സാറ് പറയുന്നുണ്ടായിരുന്നു ഇതിൽ യാതൊരുവിധ പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡയും ഇല്ല എന്നുള്ളത്. അപ്പം സിനിമ ഇറങ്ങുന്നതിന് മുൻപായിട്ട് അതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലിക്കകത്ത് നടക്കുന്ന ഒരു പ്രോബ്ലംസ് ആണ്. ഓഫ്കോഴ്സ് കേരളത്തിലെ രാഷ്ട്രീയങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. സംഭവം എല്ലാ പാർട്ടിയുടെയും, ഇന്ന പാർട്ടിയുടെ മാത്രമല്ല, ഇടതുപക്ഷവും വലതുപക്ഷവും BJP ഒക്കെ ഇന്നത്തെ ഒരു പ്രസൻറ്റ് ആൾക്കാർക്ക് അറിയാമല്ലോ കേരളത്തിൽ എന്തൊക്കെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നതെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തുള്ള പല കാര്യങ്ങളും നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നില്ല, നമ്മുടെയൊക്കെ കഥാപാത്രത്തിനെ കുറിച്ച് പോലും. പക്ഷേ ഇതിനകത്തൊരു ഫാമിലി അടിയൊഴുക്കുണ്ട്. ഞാൻ ഉണ്ണികൃഷ്ണൻ്റെ എല്ലാ പടങ്ങളും കാണുന്നതാണ്. ഈ പടം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു ദിസ് ഈസ് യുവർ ബെസ്റ്റ് ഫിലിം, ഏറ്റവും നല്ല പടം ഇത് തന്നെയാണ്. ഇതൊരു വലിയ പടമാണ്, വലിയ പടമാണ്. അത്രയ്ക്കുള്ള 7 മാസത്തോളം ഞാനൊക്കെ നിങ്ങളൊക്കെ തന്നെ 50 ദിവസത്തിനുള്ളിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ക്രൗഡൊക്കെ 6000-7000 പേര്, 1000 പേരില്ലാത്ത ഷൂട്ടിംഗ് ഇല്ല ദിവസം. അദ്ദേഹം തന്നെ പറയണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ മാറ്റാൻ കപ്പാസിറ്റി ഉള്ള ഒരു പടമായിട്ടാണ് വരുന്നത് എന്ന്. അപ്പോൾ ആ ഒരു സിനിമയിൽ ഇപ്പോൾ ഒരുപാട് പുതിയ സംവിധായകർ നിശാന്തിനെ ഒരു റോളിലേക്ക് കാസ്റ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്. അപ്പം അത് അത്തരം റോളുകളിൽ പ്രേക്ഷകർ ഭയങ്കര അമ്പരക്കുന്ന പെർഫോമൻസ് താങ്കൾക്ക് തരാനും പറ്റുന്നുണ്ട്. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ഒരു സന്തോഷം? തീർച്ചയായിട്ടും. അത് ഇപ്പൊ പറഞ്ഞ പോലെ ഈ പ്രതിച്ഛായ നമ്മൾ ആദ്യം ചെയ്തു വന്ന കുറെ ക്യാരക്ടേഴ്സിന്റെ ഇത് വെച്ചിട്ട് പിന്നെ ആൾക്ക് വില്ലൻ പരിപാടികൾ കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ്, എനിക്ക് അങ്ങനെ ഒരു ഇമേജ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്, ഒരു പ്രതിച്ഛായ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ പ്രതിച്ഛായ എന്ന് പറയുന്ന സിനിമയിൽ സാറ് ശരിക്കും എനിക്ക് അങ്ങനെ ഒരു എൻ്റെ ഒരു ഇമേജിനെ എനിക്ക് മാറ്റാൻ ഉള്ളൊരു അവസരവും തന്നിരിക്കുകയാണ്. അതിനകത്ത് ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഒരുപാട് സന്തോഷം. അശ്വൻ ചേട്ടൻ പണ്ട് ഓരോ കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു സംവിധായകൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്, കോമഡി ചെയ്യുന്നു പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല, വില്ലനാവാൻ പറ്റിയ മുഖമാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഏതാ, കോമഡിയാണോ, വില്ലത്തരമാണോ, ഇമോഷണൽ, മറ്റ് ക്യാരക്ടർ റോളുകൾ? ഇതിലൊരു രാഷ്ട്രീയക്കാരൻ്റെ റോളാണ്, വില്ലത്തരം അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഈ ക്യാരക്ടർ നല്ല എനിക്ക് കിട്ടിയേക്കണ ഇത്രയും കാലത്തിനിടെ കിട്ടിയ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പൊളിറ്റീഷ്യനാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് അങ്ങനെ ഒരു വേഷം കിട്ടിയല്ലോ, ചെയ്തു എന്ന് ഡയറക്ടറും മറ്റുള്ളവരൊക്കെ പറയാൻ നേരത്ത് ഞാൻ അതിലേറെ ഹാപ്പിയാണ്, നന്നായി ചെയ്തു എന്ന് പറയുമ്പോൾ. അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സും ഒക്കെ എൻ്റെ ഫാമിലിയും ഒക്കെ ഇത് കാണാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു വേഷം, അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് വരുന്ന വേഷമായിരുന്നു അതുണ്ട്. ഈ ക്യാരക്ടർ ചെയ്തിട്ട് എനിക്ക് വരെ ഉണ്ട് അത്. കാരണം ഫുൾ ഡബിങ്ങിന് കണ്ടതല്ലാതെ എനിക്ക് കറക്റ്റ് ഫുൾ സിനിമ ഞാൻ കണ്ടിട്ടില്ല. എന്നാലും ത്രൂഔട്ട് വരുന്നൊരു ക്യാരക്ടറാണെങ്കിൽ തന്നെ ഈ ഫുൾ സിനിമ ഞാൻ കണ്ടിട്ടില്ല. കണ്ടവരൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. എൻ്റെ ക്യാരക്ടർ വളരെ എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു ക്യാരക്ടറാണ്. വളരെ വിശ്വസ്തനായിട്ട് മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ ബെസ്റ്റ് ഫിലിമാണ്. ഇത് ഈ സമയം ഇറക്കുന്നത് നല്ല സമയമാണ്. ഇലക്ഷൻ ഒക്കെ അടുത്തിരിക്കുകയല്ലേ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രത്യേകമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടുത്തെ പശ്ചാത്തലം ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ കഥ റിലേറ്റ് ചെയ്യാൻ പറ്റും. പേരുകൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പം പടം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ട്രെയിലറിൽ നിന്നും പോസ്റ്ററുകളിൽ നിന്നും റിലേറ്റ് ചെയ്യുന്ന 2 പേരുകളുണ്ട്. ഉമ്മൻചാണ്ടി സാറിന്റെ അദ്ദേഹത്തിന്റെ മകന്റെ പേര്. അപ്പൊ ഈ അച്ഛനും മകനും എന്നുള്ള ഒരു സംഭവം ഇത്തരത്തിലൊരു പാർട്ടിയെ വെച്ച് കരുതുന്നതാണോ എന്നൊക്കെയുള്ള ചിന്ത വരില്ലേ? അങ്ങനെ അതൊക്കെ പടം കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും. അച്ഛനും മകനും തന്നെയാണ്, അദ്ദേഹം മുഖ്യമന്ത്രിയാണ്.
ആര് ബാലേന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല വേഷമാണിത്. കാര്യം പുള്ളി സ്വയം ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ അഭിനയിക്കുന്നത്. ഇപ്പോൾ വേറൊരു ഡയറക്ടർ വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. മറ്റേത് പുള്ളി തന്നെയാണല്ലോ ജഡ്ജ്മെൻറ്റ്. ഇപ്പോൾ ജഡ്ജ്മെൻറ്റിന് ഒരാളുണ്ടല്ലോ വേറെ. അപ്പം പുള്ളി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പിയറൻസ് മാത്രമല്ല പെർഫോമൻസിലും ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കുറെ നാളുകൾക്ക് ശേഷമാണല്ലോ നമ്മൾ ഇത്തരം ഒരു റോളിലേക്ക്, പ്രധാനപ്പെട്ട റോളിലേക്ക് മലയാള സിനിമയിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അത് എങ്ങനെയാ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്? അയ്യോ ഗംഭീരമായിട്ടുണ്ട്. കാരണം മേനോൻ സാറ് ചെയ്തേക്കുന്ന വേഷങ്ങളിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആണ്, ചെയ്തു വെച്ചിരിക്കുന്ന വേഷങ്ങളിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആണ് ഈ വേഷം. വേറെ സ്റ്റൈലാണ് പുള്ളി ചെയ്യുന്നത്. അത് ആ ക്യാരക്ടർ നമ്മൾ ചിലപ്പോൾ മേനോൻ സാറിൽ നിന്ന് കണ്ടിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന് കുറെ സ്ഥിരം കാണാറുള്ള മാനോറിസങ്ങളുണ്ടല്ലോ. അതൊന്നുമില്ല, ആ സ്റ്റൈലൊന്നും ഇതിലില്ല. പക്ക കറക്റ്റ് ആ ക്യാരക്ടർ പിടിച്ച് നന്നായി ചെയ്തു. മേക്കിംഗ് ഭയങ്കരമാണ്, എനിക്ക് പറയാതെ പറ്റില്ല. കാരണം ഞാൻ ഇത്രയും സിനിമകൾ ചെയ്ത് ഇത്ര വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്ന ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് എനിക്ക് തോന്നി. ഈ സിനിമയിൽ പ്രതിച്ഛായ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അഭിനയിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. എല്ലാം കൊണ്ടും ഭയങ്കര കംഫർട്ടായിരുന്നു. ഇതിലെ പ്രധാന കഥാപാത്രത്തെ പറ്റി, നിവിൻ പോളിയെ പറ്റി ചോദിക്കട്ടെ. അദ്ദേഹം ക്യാമറയുടെ മുന്നിലെത്തുമ്പോൾ അല്ലെങ്കിൽ അഭിനയിച്ച് തുടങ്ങുമ്പോൾ ഭയങ്കര തമാശയായിട്ടാണോ കാര്യങ്ങൾ കാണുന്നതെന്നൊരു സംശയം തോന്നും. പക്ഷേ അഭിനയിച്ച് വെച്ചത് സ്ക്രീനിൽ കാണുന്ന സമയത്ത് ആ ഒരു ചിന്ത മാറും എന്ന് ഉണ്ണികൃഷ്ണൻ സാർ പറയണ്ടായി. ആ ഒരു തൊട്ടടുത്ത് നിന്ന് അദ്ദേഹമായിട്ടുണ്ടായിരുന്ന ഒരു കോമ്പിനേഷൻ. എനിക്കും അതെ, സാറെന്നത് പറഞ്ഞപ്പോഴാണ് ഞാനത് ആലോചിക്കുമായിരുന്നു. ഇപ്പോഴും മിക്ക സീനുകളിലും എപ്പോഴും എന്നല്ല, എനിക്കൊന്ന് തുടങ്ങുന്നതിന് ആക്ഷൻ പറയുന്നതിന് തൊട്ട് മുമ്പ് വേറൊരു മൂഡിലും റിലാക്സ്ഡ് ആയിട്ടും ഒക്കെ ആയിരിക്കും. സമയമാകുമ്പം ആളുടെ ഒരു ചേഞ്ച് ഓവർ രസമാണത് കാണാനും. അത് എനിക്ക് തോന്നുന്നത് സിനിമയിൽ കാണുമ്പം നമുക്കത് ഭയങ്കര രസമായി, കൂടുതൽ ഭംഗിയായിട്ട് തോന്നാറുമുണ്ട് പലപ്പോഴും. ഈ ഇപ്പോഴത്തെ ആളുകളുടെ അഭിനയം എങ്ങനെയാ ആശയത? മകനുണ്ടല്ലോ ഫീൽഡില്, ഇപ്പൊ കോമ്പറ്റീഷൻ മകനുമായിട്ടാണ് തോന്നുന്നത്. ഞാൻ ആരുമായിട്ട് ജന്മത്തിൽ ഇതുവരെ സിനിമയിൽ കോമ്പറ്റീഷൻ ചെയ്തിട്ടില്ല. ഇല്ല, ഞാൻ എന്നോട് തന്നെ മത്സരിക്കുന്നത്. ക്രിട്ടിക് ആവാറുണ്ടോ മകൻ അച്ഛന്റെ സിനിമകൾക്ക്? ഞങ്ങൾ അങ്ങോട്ടും പറയും ഞങ്ങൾ നന്നായിട്ടുണ്ടെങ്കിൽ നന്നായി എന്ന് പറയും. പിന്നെ തിരുത്താനൊന്നും നിൽക്കേണ്ട കാര്യമില്ല, കാരണം അത് അവർ തന്നെയാണ് തിരുത്തേണ്ടത്. അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യാറുണ്ട്. അത് എന്നോടും അജയ സംഭവം കണ്ടു ഭയങ്കര ഇഷ്ടമായി എന്ന് പറയും. പഴയ സിനിമകളെക്കുറിച്ചും പുതിയ സിനിമകളെക്കുറിച്ചും. അത് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമല്ല, എന്നോട് ചില സിനിമകളും അച്ഛൻ ആ സിനിമ ഒന്ന് കാണുന്നുണ്ട്, രസമായിട്ട് അവർ നന്നായിട്ടുണ്ട്, ഞാൻ കാണാറുണ്ട്. അങ്ങനെ അർജുനാഷിന്റെ അടുത്ത് ഇതേ ചോദ്യം ഒരു ഇന്റർവ്യൂവിൽ ആരോ ചോദിച്ചിരുന്നു. അപ്പോൾ അർജുനാഷൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, അദ്ദേഹമായിട്ടൊന്നും നമുക്ക് കോമ്പറ്റീഷനെ പറ്റത്തില്ല, ചെയ്ത് വെച്ചേക്കണത് വേറെ സാധനങ്ങളാണ്. മകനിൽ നിന്ന് അങ്ങനെ ഒരു അഭിപ്രായം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തെ. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സന്തോഷമുള്ള കാര്യം. നമ്മൾ അങ്ങോട്ട് പറയുമ്പോഴും നമ്മളെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ സന്തോഷമുള്ള കാര്യമല്ലേ. മണിമുള്ളിരാജ് ചേട്ടാ, എങ്ങനെയുണ്ട് മകന്റെ അഭിനയം? ഈ അടുത്ത സിനിമകൾ വന്നപ്പോൾ നിങ്ങൾ മൂന്നുപേരും മക്കൾ പുതിയതായിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. നന്ദുവിന്റെ ആലപ്പുഴ ജിങ്കാനയിലെ പെർഫോമൻസ് പലർക്കും അറിയില്ല ഇപ്പോഴും നന്ദ മകളാണെന്നുള്ളത്. അപ്പം മൂന്നുപേരുടെയും മക്കൾ ഫീൽഡിലേക്ക് ഇറങ്ങുകയാണ്. അതേസമയം നിങ്ങൾ കട്ടയ്ക്ക് നിൽക്കുകയാണ് നല്ല നല്ല ക്യാരക്ടർ റോളുകളിലേക്ക്. പുതിയ പടം മസ്തിഷ്ക മരണത്തിന്റെ അഭിനയം എങ്ങനെയാണ് തോന്നിയത്? ഞാൻ പടം കണ്ടു. ആ പടത്തിന് ഞാൻ ദൃശ്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. നിരഞ്ജിന്റെ റോളും അത് വളരെ ഈസി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ രജീഷ വിജയൻ, എല്ലാ ആക്ടേഴ്സും അതിനകത്ത് അത് എല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ആ ഡയറക്ടറുടെ മെടുക്കാണ്. നന്ദയെ പറ്റി അത് അവള് തന്നെ എന്താ പറയാ, അതെ, സോഷ്യൽ മീഡിയയിലൊരു കാസ്റ്റിംഗ് കോൾ കണ്ട് അങ്ങനെ സംഭവിച്ചൊരു കാര്യമാണ്. ഒരുപാട് സന്തോഷം തോന്നി. എനിക്ക് ഏറ്റവും രസമായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ ആദ്യത്തെ സിനിമയുടെ ഡയറക്ടർ ബിജു വർക്കി ഫാൻഡും ഒക്കെ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ദേവദാസി മൂവിയിലാണ് ഞാൻ ഫസ്റ്റ് അഭിനയിക്കുന്നത്. ബീച്ചേട്ടൻ ഒരു ദിവസം ജിംഖാനെ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ മോള് വളരെ നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ, രസമായിട്ട് ചെയ്തിട്ടുണ്ട് അവള്. നിനക്കെന്താടാ അത് ആ സാധനം, നിനക്കെന്താ ഇപ്പോഴും അത് മനസ്സിലാവാത്തേന്ന്? ഇത്രേ ഉള്ളൂ. അഭിനയം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. മോള് നീ അത് ശ്രദ്ധിച്ചാൽ മതി, നിനക്കെന്താ അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ പറഞ്ഞ പോലെ അതെ, അവരിൽ നിന്ന് നമുക്കാണ് തോന്നുന്നു പഠിക്കാനുള്ളത്. പറയണല്ലോ, ഫാൻഡത്തിലെ ഒരു പാട്ടുണ്ട്, വീരൽ തൊട്ടാൽ ഇരിയുന്ന. ഇത്തരം പാട്ടുകളൊക്കെ ഇപ്പോഴും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം രാജേട്ടനെ ആണെങ്കിൽ പണ്ടത്തെ ഒരു അക്കരെ നിന്നൊരു മാരനെ കൊണ്ടുവന്ന ആളാവൻ നോക്കണ്ട നീ. പാട്ട് ഉച്ചയ്ക്ക് എഴുതാനിരിക്കുന്നു, അത് രസമാണ്. അത് മദ്രാസിൽ എടുക്കുന്ന പാട്ട് എഴുതാനിരിക്കുമ്പം പ്രിയദർശനുണ്ട്, സിബി മലയിലുണ്ട്, ശ്രീനിവാസനുണ്ട്. അങ്ങനെ ആ പാട്ട് ഈ ഇതുണ്ടല്ലോ മറ്റേ കുട്ടിച്ചാത്തനിലെ പാട്ടില്ലേ, ആ പാട്ടിൻ്റെ ട്യൂണിൽ പ്രിയൻ എഴുതുകയാണ്, 5.5 ഏക്കറുടെ പറ്റിക്കാൻ നോക്കണ്ടെന്ന്.
അത് പ്രിയദർശൻ എഴുതുന്നു. അതോടുകൂടി നമ്മൾ പ്രിയദർശന് അമ്പലപ്പുഴ മഹാകവി പ്രിയദർശൻ എന്ന് പേരിട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും 3 മണി 4 മണി ആയപ്പോഴത്തേക്കും കണ്ണൂർ രാജനും സംഗീത സംവിധാനം ഏൽപ്പിക്കുന്നു. പുള്ളി ഒരു 6 മണിയായപ്പോൾ ഇത് നേരത്തെ ഉള്ള ഒരു ട്യൂണാണല്ലോ, പാട്ട് തരുന്നു. സിബി മലയിലൊന്ന് പാട്ട് ഷൂട്ട് ചെയ്യുന്നു. വെളുപ്പിന് 5 മണിക്ക് സോങ് തിരുന്ന് ഞാൻ ട്രിവാൻഡ്രത്തോട്ട് ഓരോ സ്ഥലത്തോട്ട്. അങ്ങനെ ഒരു ദിവസം അന്ന് ഗിരീഷ് ഡയറക്ടറിന് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ ഉണ്ട്. ആലിപ്പഴം പെറുക്കുക എന്നുള്ള പാട്ടിൻ്റെ ട്യൂണാണ്. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ആ പടത്തിന്റെ ഫുൾ മൂവി യൂട്യൂബിൽ കിടപ്പുണ്ട്. അതിന്റെ താഴെ വന്നിട്ട് 2026 ഈ പടം കാണുന്നവരുണ്ടോ എന്ന് പറഞ്ഞിട്ട് കമന്റുകൾ കിടക്കുക. നോക്കുമ്പോൾ അതിന്റെ കൂടുതൽ കമന്റുകൾ ഈ ഒരു മാസം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ അത്തരം പടങ്ങൾക്ക്, അന്നത്തെ പടങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന ഒരു സ്വീകാര്യം നമ്മൾ പറഞ്ഞില്ലേ, മസ്തിഷ്ക മരണം പോലത്തെ പടങ്ങൾക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നു. പക്ഷെ ആ കുട്ടികൾ തന്നെയാണ് ഇത്തരം പടങ്ങളെ സ്വീകരിക്കുന്നത്. പറക്കുന്തലയും മറ്റ് രജിസ്ട്രേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള പടങ്ങളായിരുന്നു പറയണ്ടേ. ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ എന്തെങ്കിലും വെച്ച് കാണണമെന്നുണ്ടെങ്കിൽ അതൊക്കെ വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പടങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന ഒരു സ്വീകാര്യത, കുട്ടികൾക്കിടയിൽ സ്വീകാര്യത. ഞാൻ പറയാം, അന്ന് ഇറങ്ങിയില്ല, അന്നത്തെ കാലത്ത് ഇറങ്ങി കോമഡി പടങ്ങളുണ്ടല്ലോ, അത്രയും ഭയങ്കരമുള്ള കോമഡി പടങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്നില്ല തന്നെ. കോമഡി ഉണ്ട്, പക്ഷെ അന്നൊക്കെ ഇങ്ങനെ ഒരു ടീമായിട്ടൊക്കെ എല്ലാവരും ആർട്ടിസ്റ്റ് എല്ലാം കൂടെ ചെയ്ത പടങ്ങളുണ്ട് സംഭവം. അതെല്ലാം ഭയങ്കര രസകരമായിട്ട് പോയിട്ടുള്ള പടങ്ങളാണ്. ഇപ്പോഴത്തെ പിന്നെ ന്യൂ വേവ് അങ്ങനെയൊക്കെ വരുന്ന സംഭവങ്ങളില്ലേ, അവരുടെ കോമഡി വേറെയാണ്. പിന്നെ അന്നത്തെ കോമഡി അല്ല, ഇപ്പോൾ ഒരുപാട് ടെക്നിക്കലി മാറിപ്പോയല്ലോ സംഭവങ്ങൾ, എന്ത് വേണേൽ ചെയ്യാനില്ല. അന്ന് നമുക്ക് എന്താ പറയുക, ഒരാൾ വായു കൂടെ പോയി ചവിട്ടുന്നൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഈ റോപ്പ് സിസ്റ്റം മായ്ക്കുന്ന ഇറേസ് ചെയ്യുന്നൊക്കെ ഇപ്പോഴല്ലേ വന്നത്. അന്ന് താഴെ കുറേ സോപ്പ് പൊട്ടിയും മറ്റേ വലിയ ബോക്സുകളില്ലേ, അത് താഴെ ഇട്ടിട്ട് മോളിൽ ചാടാൻ പറയുന്നതാണ്. അപ്പോൾ ഈ ഭയങ്കര പാടല്ലേ ചാടുന്നത്. ഞാനൊക്കെ പേടിച്ച് കണ്ണടച്ചുകൊണ്ട് ചാടിയിട്ടുണ്ട്. 2 ഇതില്ല മറ്റേ നമ്മുടെ ഷാജി കലാസിൻ്റെ പടത്തിൽ കണ്ടെയ്നർ ബോക്സില്ലേ, അത് 1, 2, 3 ഞാനും ബിജുമേനും കൂടെ ചാടണം. എനിക്ക് അറിഞ്ഞു, ഞാൻ പറഞ്ഞു താഴെ ബോക്സ് ഇട്ടിട്ട് കുഴപ്പമില്ല ചേട്ടാന്ന്. അവസാനം ബിജുമേനെ എന്നെയും കൊണ്ടാക്കി ചാടുന്നതാണ്. പക്ഷെ എൻ്റെ കാലൊളുക്കി. കാര്യം ഞാനല്ലേ ചാടുന്നത്, പേടിക്കേണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഒരു 3-4 ലെയർ ബോർഡ് കൂടെ അടുക്കി, കാല് തിരിഞ്ഞ്. ഇപ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് ഏത് വേണോ എയറിൽ പോവാം, എല്ലാ ലേറ്റസ്റ്റ് സാധനങ്ങളും അതിലുണ്ടല്ലോ. എനിക്ക് ഈ ചാട്ടം വന്നപ്പോൾ ഓർമ്മ വന്നത് CID മൂസയില് ഹരിശ്രീഷൻ ചേട്ടൻ ചാടത്തില്ലേ, 2 ബെഡ് അപ്പുറം കെട്ടി വെച്ചിട്ട് സ്കൈ ലൈനിന്റെ മുകളിൽ നിന്ന്, ഫ്ലാറ്റിന് മുകളിൽ നിന്ന്. അതിന്റെ ആർട്ട് ഡയറക്ടർ ബാവൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ആ ഫ്ലാറ്റ് ഫുള്ള് അങ്ങ് സെറ്റ് ഇട്ടതായിരുന്നു. അതിന്റെ പുറം ഭാഗം അല്ല, ഉള്ളിൽ ഫുൾ സെറ്റ് ഇട്ടതായിരുന്നു. അപ്പൊ ആ ഷൂട്ടൊക്കെ എങ്ങനെയാ നിങ്ങൾ ചാടുന്നത്? നമ്മള് ഇത് റോപ്പ് വഴി നമ്മളെ കെട്ടി തൂക്കിയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോഴത്തേക്ക് റോപ്പൊക്കെ ആയി. റോപ്പ് വന്ന സമയത്തായിരുന്നു ചെയ്തത്. ജോക്കറിൽ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ അതിലൊരു എൻട്രി, ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു എൻട്രി കിട്ടിയ ഒരു നടനാണ്. അന്ന് ബൈക്കിൽ പറന്നു വന്ന് വീഴാണല്ലോ. എൻ്റെ സ്വന്തം വണ്ടി തന്നെയായിരുന്നു അത്. എൻ്റെ ഒരു 100cc ഒരു Yamaha ഉണ്ടായിരുന്നു, ആ വണ്ടി തന്നെയായിരുന്നു അത്. സാറ് അത് പല രീതിയിൽ ആലോചിച്ചിരുന്നു. ഇടയ്ക്ക് കുതിരപ്പുറത്ത് എന്നൊക്കെ ഉള്ള രീതിയിൽ സാർ എഴുതിയിരുന്നു. അങ്ങനെ കാരണം സർക്കസുകാരനാണല്ലോ. പിന്നെയാണ് അതൊരു ബൈക്കാക്കിയത്. ഈ പറഞ്ഞ പോലെ വെള്ളാനകളുടെ നാട് ഷൂട്ട് നടന്ന കാര്യം പറഞ്ഞ പോലെ അന്നന്ന് രാവിലെയൊക്കെയാണ് എന്താ ഇന്ന് എടുക്കാൻ പോകുന്നത് എന്നൊക്കെ അറിയുന്നതും സാറും അപ്പോഴൊക്കെയായിരിക്കും അത് എഴുതിയെടുത്തിട്ടുണ്ടാവുക. എനിക്ക് 19. അതെ, 19 വയസ്സ്. അപ്പോ അറിയാമായിരുന്നു ഇതാണ് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ഞാൻ വന്ന് ബൈക്കിൽ ഇറങ്ങാൻ പോകുന്നത് ഇത്തരം ഇല്ല, ഒട്ടും അറിയില്ലായിരുന്നു. ലോഹിത് സാർ ആരാന്ന് പോലും സാറിൻ്റെ ഒരു നമ്മൾ ഓരോരുത്തരെ അങ്ങനെയുള്ളൊരു അറിവുള്ളൊരു പ്രായമായിരുന്നില്ല ഒട്ടും. ഇപ്പോഴാണ് അതൊക്കെ തിരിച്ചറിയുന്നത്. എന്ത് നല്ലൊരു കുറെ കൂടെയൊക്കെ ഫോക്കസ്ഡ് ആയിട്ടൊക്കെ നിൽക്കായിരുന്നു ഇൻഡസ്ട്രിയിൽ എന്നൊക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ തോന്നാറുണ്ട്. അല്ല, ഇപ്പം ആലോചിക്കുമ്പം ഇടയ്ക്ക് അങ്ങനെ ഫോക്കസ് നഷ്ടപ്പെട്ടത് കൊണ്ട് കുറേ അനുഭവങ്ങളിലൂടെ കടന്നു വരാൻ പറ്റി. അതൊരു വലിയ കാര്യം തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് കിട്ടിയത് അതുപോലൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. നമ്മൾ അങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ്ഡ് ആയത്. നല്ല രീതിയിലൊക്കെ അതെ, അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. അതെ. രാജേട്ടാ, ഈ മണിയമ്പിള്ള രാജു എന്നുള്ള പേരിന് കാരണം തന്നെ ശരിക്കും ബാലേന്ദ്രമേനോന്റെ ഒരു സിനിമയാണല്ലോ. അപ്പൊ ഇങ്ങനെ ഒരാൾ, ഇങ്ങനെ ഒരു കഥ, ഒരു നായകൻ അല്ലെങ്കിൽ നടൻ ഉണ്ടായി വരുന്നത് അദ്ദേഹത്തിൽ നിന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒപ്പം ഇപ്പോഴും അദ്ദേഹത്തിനൊപ്പം നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഓർമ്മയും എന്താ? എന്നെ സംബന്ധിച്ചുള്ള അങ്ങനെ ഗോഡ് ഫാദറില്ലേ, ഞാൻ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് നിൽക്കുമ്പോൾ ഒരു നായക വേഷത്തിലേക്ക്, അതും ടൈറ്റിൽ റോളിലേക്ക് കൊണ്ടുവന്നില്ലേ. പരമൂന്നാണ് ആദ്യം പുള്ളി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ചാൻസ് അന്വേഷിച്ച് പുള്ളി നാനാ മാഗസിൻ്റെ ആളെ കറസ്പോണ്ടൻ്റായിട്ട് മദ്രാസ് നിൽക്കുമ്പോൾ, അപ്പോൾ ഞാൻ പുള്ളിയെ വൈകുന്നേരം പോയി കാണും. അപ്പം പുള്ളി അവിടെ ഇങ്ങനെ 2 ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്, ഇങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് കിടക്കുന്ന രാത്രി. ഞാൻ ചെല്ലുമ്പം പുള്ളി വിളിച്ചു പറയുന്നത് അവൻ വരുന്നുണ്ട്, കുറച്ചുകൂടെ വെള്ളം ഒഴി കഞ്ഞിയില്ലേ, എല്ലാം തികയില്ല. അങ്ങനെയുള്ള സമയം അന്ന് ഒരു 200 പേജ് ബുക്ക് എടുത്ത് കാണിച്ച് ഇതിനകത്തൊരു കഥ എഴുതുന്നുണ്ട്. ഞാൻ എഴുതിയ സ്ക്രിപ്റ്റാണ്. പരമോ എന്തെങ്കിലും സിനിമ ആക്കണമെങ്കിൽ നിന്നെ എടുക്കുന്നത്. പക്ഷെ പുള്ളി ആദ്യത്തെ പടം അത് ഇതെല്ലാം കഴിഞ്ഞ് ഹിറ്റായിട്ടൊന്നും വന്നില്ല. പുള്ളി സ്റ്റാറായി.
അങ്ങനെ ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു പുള്ളി ഒന്ന് താമസിക്കുന്നുണ്ട് കീർത്തിയിൽ, കാണണം എന്ന് പറഞ്ഞു. ഞാൻ 8:30 വന്നു. ഞാൻ സ്ക്രീൻ പ്രിൻറ്റിങ് ഒക്കെ അങ്ങനെയൊക്കെ ചെയ്തു. എൻ്റെ അമ്മ പറഞ്ഞു വിളിക്കുന്നില്ല പോകുന്നു. അങ്ങനെ ഞാൻ കീർത്തി ചെന്നപ്പം പുള്ളി പീറ്റർ സാറേ നമ്മുടെ നായകൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചുണർത്തി ഊതയാണെന്ന് ചോദിച്ചു. അപ്പം അകത്തുനിന്ന് പീറ്റർ സാർ പ്രൊഡ്യൂസർ സുധീർ കുമാറാണെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അതൊന്നൊരു കണക്ഷൻ. പുള്ളി വന്നപ്പോഴാണ് പറഞ്ഞു ഇനിയാണ് ആ റോൾ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ പേര് മണിയമ്പിള്ള എന്നാക്കി. അത് മറ്റേ അമ്പലപ്പുഴ തന്നെയുള്ള ഗോപാലി ചേട്ടൻ എന്നൊരാളിൻ്റെ മാൻഡ്രസ്സാണ് ഞാൻ പടത്തിൽ ചെയ്യുന്നത്. മേനോൻ കാണിച്ചു തന്നാണ് ഇങ്ങനെ നടക്കണം, ഇങ്ങനെ മുഖം നോക്കണം എന്നൊക്കെ പറഞ്ഞു തന്നതാണ്. അപ്പം അഥവാ മണിയമ്പിള്ള എന്ന് ചേർത്തത് വേണു നാവളിയാണ്. ബോത്ത് സൈഡ് ഓഫ് എ കോയിൻ അങ്ങനെ വരട്ടെ എന്ന് ചോദിച്ചിട്ട് മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ള. പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ ഹോട്ടലിലൊക്കെ താമസിക്കുമ്പം ഈ രാജുവിനൊന്ന് വിളിക്കണം. അപ്പം എല്ലാവരുടെ പേരും രാജു, അസിസ്റ്റന്റ് ഡയറക്ടർ, ക്യാമറ അസിസ്റ്റൻറ്റ്, നടികളുടെ കൂടെ നടക്കുന്ന ടച്ചപ്പ് പയ്യൻ, പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് മാനേജർ, ഏത് രാജു, നമ്മുടെ ആ മണിയമ്പിള്ളയിലെ മണിയമ്പിള്ള രാജു, അങ്ങനെ പറഞ്ഞു അങ്ങനെ ആയിപ്പോയത്. ചില ഇരട്ട പേരുകൾ വരുന്നത്. പക്ഷെ എന്നാലും സന്തോഷം, ഇങ്ങനെ ഒരു ക്യാരക്ടറിൻ്റെ പേരിൽ അറിയപ്പെടുന്നില്ലേ. ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുമോ എന്ന് പേടിച്ച് ചെയ്ത റോളുകൾ പിന്നെ ചെയ്യാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അശ്വൻ ചേട്ടൻ്റെ പണ്ടത്തെ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പറക്കൻതുള്ളിയെ തൊട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമകളുണ്ടല്ലോ. അപ്പോൾ ചെയ്ത പോലത്തെ തന്നെ നായകൻ്റെ കൂട്ടുകാരൻ ദിലീപിൻ്റെ കൂട്ടുകാരൻ, പക്ഷെ നമ്മൾ കണ്ടിട്ട് മടുക്കുന്നില്ല ആ സംഭവം എന്നുള്ളത്. അപ്പോൾ വെട്ടത്തിൽ അതുപോലെ മണിച്ചേട്ടൻ ചെയ്യാനിരുന്ന ക്യാരക്ടർ ചെയ്യാനിരുന്ന ആളാണ്. കല്യാണരാമിലെ സെലിംകുമാറിന്റെ യാരി ആയിട്ട് വരേണ്ടതായിരുന്നു. അപ്പോൾ ഇത് പക്ഷേ ഇപ്പൊ നമുക്ക് മാറി ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിലും എക്സ്പ്രഷൻ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള കഥാപാത്രം പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റൈൽ ചെയ്യും, ചിലപ്പോൾ നന്നാവും. അത് അങ്ങനെ വന്നിട്ട് പിന്നെ ചെയ്യാതെ പോകാൻ പറ്റിയ ഒരു കാരണം അല്ല, അപ്പൊ വേറെ പടം കമ്മിറ്റഡ് ആയിരുന്നു. സമയത്ത് നമ്മൾ വേറെ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കയറി വന്നത്. പിന്നെ ഇവർ ചില കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ മാറിപ്പോകും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അതുകൊണ്ട് പക്ഷെ ചെയ്യണം എന്ന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പ്രിയസാറിൻ്റെ പടത്തിൽ ആ സമയത്ത് തന്നെ ആദ്യമായിട്ടാണ് എന്നെ വിളിക്കുന്നത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് വിളിക്കുകയാണ് പെട്ടെന്ന്. അപ്പോൾ ഞാൻ ഫാസിൽ സാറിൻ്റെ പടത്തിലാണ്, വിസ്മയത്തുമ്പത്ത്, അതായത് ഒരു പടത്തിലാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുള്ളി ചോദിക്കും, ഡയറക്ടർ അവിടെ പോകാത്തൊരു വിഷമം കാണണ്ടല്ലോ എന്ന് ചോദിക്കും. ഞാൻ അവന് സത്യമാണെന്ന് പറഞ്ഞു. പിന്നീട് പടം കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ തോന്നി? പടം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സിംഗങ്ങളൊക്കെ ചെയ്യാൻ നല്ല വേഷമായിരുന്നു. CID ന്യൂസ് 2ാം ഭാഗം വരുന്നുണ്ടെന്ന് കുറച്ച് നാളുകളായിട്ട് പറയുന്നതാണ്. പക്ഷെ ഇത് കഴിഞ്ഞ ദിവസം ജോണി ആന്റണി ഉറപ്പിച്ച് പറഞ്ഞു വരുന്നുണ്ടെന്ന്. അപ്പം അതിൽ എന്താ ഇനിയിപ്പോൾ ഇത്രയും ആളുകൾ ഇല്ലല്ലോ കൂടെ, അപ്പോൾ അതൊരു വലിയ നഷ്ടമല്ല. 2ാം എന്തെങ്കിലും ജോണി കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. കഥയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ പിന്നെ ആ ക്യാരക്ടേഴ്സ് വേറെ ഏതെങ്കിലും രീതിയിൽ മാനേജ് ചെയ്യാനോ അങ്ങനെ. രാജേട്ടൻ ആദ്യ സമയങ്ങളിൽ കുറേ സിനിമകൾ നായകനായിട്ട് വന്നിട്ട് പിന്നീട് പെട്ടെന്ന് ഈ സിനിമയുടെ അഭിനയം എന്നത് മാത്രമല്ലാതെ നിർമ്മാണത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പം അതിൽ തന്നെ ആദ്യ സിനിമ മോഹൻലാലിനെ വെച്ച് ചെയ്യാണ്. അപ്പം ഈ മോഹൻലാലിന് പല പരിപാടികൾ തുടങ്ങിയിട്ടുള്ള ഒരാളാണല്ലോ. അപ്പം ലാലേട്ടന്റെ ആദ്യത്തെ അഭിനയത്തിന് മേക്കപ്പ് ഇട്ട് കൊടുത്തത് ഡയറക്ഷൻ രാജേട്ടനാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ കാര്യമല്ലേ? പറയുമ്പം ഇപ്പോഴും ഭയങ്കര അഭിമാനത്തോടെ പറയുന്ന കാര്യമാണോ? അത് എന്തെങ്കിലും നാളെ ചരിത്രത്തിൽ എൻ്റെ പേര് വരുമെങ്കിൽ അഭിനയിച്ച കഥാപാത്രങ്ങളും അതൊന്നും ആയിരിക്കില്ല. മോഹൻലാലിൻ്റെ മുഖത്ത് ആദ്യം മേക്കപ്പ് ഇട്ടു ഡയറക്റ്റ് ചെയ്തുള്ളത് മാത്രമായിരിക്കും. എന്താ അനുഭവം? അത് ഏതായിരുന്നു സാഹചര്യം? സ്കൂളിൽ ഞാൻ പറഞ്ഞില്ലേ 3 കൊല്ലം ബെസ്റ്റ് ആക്ടറായിട്ട് SSLC കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് 7 കുട്ടികൾ വരുന്നത്. അതിൽ അവർക്കൊരു നാടകം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് വരൂ. ഞാൻ ഈ ജനയുഗത്തിലെ വേളൂർ കൃഷ്ണൻകുട്ടി സാറിൻ്റെ ഒരു നാടകമുണ്ട്, കമ്പ്യൂട്ടർ ബോയ്. അപ്പോൾ അതിൽ കൂട്ടത്തിലൊരു പയ്യൻ്റെ പേര് വെച്ച് മോഹൻലാൽ എന്നാണ്. പാരിലാലിൻ്റെ അനിയനാണ്. പാരിലാൽ എൻ്റെ കൂടെ പഠിച്ചാണ്. അന്ന് മോഹൻലാലിനെ അന്ന് ഒരു 11 വയസ്സ് കഴിയും. എനിക്ക് ഈ പറഞ്ഞൊരു 15 വയസ്സ്, 5 വയസ്സിന് മൂത്താണ് ഞങ്ങൾ. മോഹൻലാൽ 10 വയസ്സ് വരെ ഉള്ളൂ. അപ്പോൾ ഈ നാടകം ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ വെച്ചാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ നിന്നൊക്കെ 3 രൂപ വെച്ച് വാങ്ങിച്ചിട്ടാണ് മേക്കപ്പ് മെറ്റീരിയൽസ് വാങ്ങിക്കുന്നത്. അന്ന് മേക്കപ്പ് മെറ്റീരിയൽസ് വില കുറഞ്ഞ സാധനങ്ങളില്ല. മോഹൻലാൽ 90 വയസ്സായതാണ്. അപ്പോൾ യൂത്ത് ഫെസ്റ്റ് നാടകം വന്ന് പ്രൈസ് അനൗൺസ് ചെയ്തപ്പോഴത്തേക്കും ബെസ്റ്റ് ഡ്രാമ കമ്പ്യൂട്ടർ ബോയ്, ബെസ്റ്റ് ആക്ടർ മോഹൻലാൽ. അപ്പോൾ മോഹൻലാൽ തന്നെ പറയും ഇങ്ങനെ മോഹൻലാലിൻ്റെ മൂത്ത ആദ്യമായിട്ട് മേക്കപ്പ് ഇട്ട് എൻ്റെ ഐശ്വര്യമാണ്. ഞാൻ അല്ല, ഞാൻ 8 വരെ മേക്കപ്പ് ഇട്ടു, ഒരാളല്ലേ വന്നുള്ളൂ. മോഹൻലാലിൻ്റെ ഒരു യോഗം നിമിത്തം ഒരു അങ്ങനെ ഒരു അവതാരമാണ് അതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നിർമ്മാണത്തിൽ അദ്ദേഹത്തെ വെച്ച് തന്നെ തുടങ്ങിയതും അതും ഈ പറയുന്ന പോലെ ഒരു ഭാഗ്യമായിട്ട് തോന്നുന്നുണ്ട്. അല്ല, അന്ന് നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, പ്രിയൻ ഞാനൊക്കെ ഞങ്ങളൊരു ഇതായിരിക്കുമ്പോൾ അവർ സഹായമൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഞാൻ മോഹൻലാലിന് 5 സിനിമ എടുത്തിട്ടുണ്ട്. ഇനി ഒരു സിനിമ കൂടി വരുന്നുണ്ട്. ഇനി വരുന്നുണ്ട് അടുത്തൊരു ഇവിടെ മോഹൻലാലിൻ്റെ സ്ക്രിപ്റ്റ് പരിപാടികളൊക്കെ. എന്തെങ്കിലും പറയാറായിട്ടുണ്ടോ? കൃഷാന്താണ് ഡയറക്ടർ. കൃഷാന്തിന്റെ സംഘം അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് നടക്കുകയാണ്.
ആദ്യം ഒരു സ്ക്രിപ്റ്റ് എഴുതി വന്നെങ്കിൽ അവസാനം വേറൊരു പടം ഇറങ്ങിയത് എൻ്റെ ഒരു കഥാപാത്രം മോഹൻലാലിൻ്റെ ക്യാരക്ടറായിട്ട് റിസംബ്ലൻസ് ഉണ്ട്, അതുകൊണ്ട് നമ്മളതങ്ങ് മാറ്റി വെച്ചു. അതാണ് ഇത്രയും ലേറ്റായത്. അല്ലെങ്കിൽ ഈ വർഷം ആദ്യം നടക്കുമായിരുന്നു, നടക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഈ വർഷം അവസാനം അടുത്ത വർഷം ആദ്യമൊക്കെ നടക്കത്തില്ല, ഉള്ള കമ്മിറ്റ്മെൻറ്റ്സ് തീർക്കണം. ലോക വന്ന സമയത്ത് വീണ്ടും പഴയ സണ്ണി എന്ന് പറയുന്ന കഥാപാത്രത്തെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ എടുത്തു പറയുന്നുണ്ടായിരുന്നു. ഇന്ദ്രിയത്തിൽ പണ്ട് നീലിനെ ആണി അഴിച്ച് പുറത്തുവിടാൻ സഹായിച്ച ആൾ തന്നെയാണ്, പിന്നെ ഇവിടെയും നീലിക്ക് സഹായമായിരുന്നു. അത് ശരിക്കും ആ റെഫറൻസ് ഉപയോഗിച്ച് തന്നെ ക്യാരക്ടറിലേക്ക് വിളിച്ചാണ്. ഞാനിത് ഡയറക്ടർ കാണുമ്പോൾ ഒന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഇന്നാൾ കണ്ടപ്പോഴും ഞാൻ അത് ചോദിക്കാൻ വിട്ടുപോയി. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ വരാൻ വഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും എനിക്കും അത് കണ്ടപ്പം അതിൻ്റെ റീലും കാര്യങ്ങളൊക്കെ കണ്ടപ്പം ഞാനും അന്നേരം സത്യം പറഞ്ഞ് ആലോചിക്കുന്നു, അതിലും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നീലിനെ തളച്ച ആളാണല്ലോ ഞാൻ ആ കഥാപാത്രം. അതൊരു സോഷ്യൽ മീഡിയയിലെ പിള്ളേര് ചെയ്തൊരു പരിപാടി. പക്ഷെ അത് വല്ലാത്തൊരു കണ്ടെടുത്തായിരുന്നു. അതിൽ തന്നെ നായകന്റെ പേരും സണ്ണി എന്നായിരുന്നു. അതെ, അന്ന് പേര് സണ്ണി എന്നായിരുന്നു. ഇപ്പൊ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പരിപാടികളിൽ ഈ നേരത്തെ നിങ്ങൾ കേട്ട അതേ ചോദ്യം തന്നെ ചോദിക്കാം. പ്രതിച്ഛായ മാറുന്നത് വളരെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. ഈ രൂപത്തെ പറ്റി ആളുകളുടെ അഭിപ്രായങ്ങളോട് വളരെ സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലെ തുറന്നു പറയാറുണ്ടല്ലോ. എനിക്ക് ക്യാൻസർ ആയിരുന്നോ, ഞാനത് പറയുന്നതിന് എനിക്ക് മടിയില്ല. എനിക്കൊരു മടിയില്ല. എന്തിനാ സംഭവം, ഞാൻ സത്യസന്ധമായ കാര്യമാണ്. ഞാൻ എന്തിനാ വിളിച്ചു ചോദിക്കണം? ഞാനൊരു ആൾക്കൂടത്തിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയിൽ ഡോക്ടേഴ്സൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ ഡോക്ടർ മുളകിരുന്നു, ഒരു പുതിയ വണ്ണമുള്ള ആൾ ബാഗിൽ കൂടെ വന്ന് രാജു ഒറ്റ അടി എൻ്റെ മുതുകിൽ. എനിക്ക് അങ്ങനത്തെ സുഹൃബന്ധം അല്ലെ അങ്ങനെയുള്ള ഇഷ്ടമല്ല. ദേഹം നോവിച്ചിട്ട് ഒരു പരിചയമില്ലാത്ത ആളത്, അത് ഞാൻ ഇറിറ്റേറ്റഡായി കൺട്രോൾ ചെയ്തു. എങ്ങനെ ഈ തടി കുറച്ചു ഒന്ന് പറഞ്ഞു തരൂ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ക്യാൻസർ വരാൻ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾക്കും കുറയും. അയാളെ പിന്നെ കണ്ടില്ല, ഫോട്ടോ എടുത്തൊന്നുമില്ല, എൻ്റെ ഓടിക്കളഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു രാജു ഇത്രയും സ്പോണ്ടേനിയസ് ആണ്. ഞാൻ എങ്ങനെ പറയാമായിരിക്കും, അയാൾക്ക് മര്യാദയ്ക്കേണ്ടതെന്ന് ചോദിക്കായിരുന്നു. അതിന് ഒരു വയ്യാത്ത ഒരാളും കൂടെയാണ് ഒറ്റ അടി പോകുന്നത്. എനിക്ക് നല്ല വേദന. സിനിമ അത് ഇത് അവിടെ വേറെ ആയിരിക്കും, ഞാൻ തിരിച്ചൊരു അടിയും കൊടുത്തു. ആ സുഖമാണെന്ന് ഒരു അടിയും കൂടെ കൊടുത്തേനെ. ഇപ്പൊ തലവര സിനിമയുടെ റിലീസിന് ശേഷം ഇതുപോലെ ഭയങ്കര ഇമോഷന്റെ പുറത്ത് അശോകൻ ചേട്ടൻ മകനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു. ഇമോഷൻ ഏത് രീതിയിലാവാം, ദേഷ്യമാവാം, സന്തോഷമാവാം. ആ സമയത്ത് അങ്ങനെ വന്നതാ, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടല്ല. നേരത്തെ ഞാൻ വീട്ടിൽ അവിടെ പോയിട്ട് ഒരു ഉമ്മ കൊടുക്കുന്നു, ഞാൻ ക്രിയേറ്റ് ചെയ്തൊന്നുമല്ല. പടം തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ ഞാൻ 1-2 സ്ഥലത്തൊക്കെ എനിക്ക് കണ്ണു നിറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് ഇവൻ്റെ ഒരു പെർഫോമൻസിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലായി. എനിക്ക് ആ പടത്തിൽ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഒരു പെട്ടെന്ന് കാണണം. അങ്ങനെ വന്നപ്പോൾ പുറത്ത് വെപ്പുണ്ടായി, ഒരു ഉമ്മ കൊടുത്തു. നിഷാന്ത്, സൽമാൻ ഖാന്റെ പണ്ടത്തെ സിനിമകൾ കണ്ടിട്ടാണ് ആഗ്രഹം തോന്നുന്നത് സിനിമയോട് വളരെ കുഞ്ഞിലെ. അതിനുശേഷം സിനിമയിൽ കയറി, പക്ഷെ ആഗ്രഹം പതുക്കെ ഒന്ന് നിലച്ചു. അതിനുശേഷം വലിയ രീതിയിലേക്ക് ശ്രദ്ധിക്കപ്പെടാനുള്ള കഥാപാത്രം നിനക്ക് തേടി പോയില്ല എന്നൊക്കെ. ഇപ്പോൾ വരുമ്പോൾ രണ്ടാമത്തെ വരവാണ്. ഇതിന് രണ്ടും കൽപ്പിച്ചുള്ള ഒരു വരവ് തന്നെയല്ലേ? 2 കൽപ്പിച്ചല്ലേ? ഇതുവരെയുള്ള തെറ്റുകളും പ്രശ്നങ്ങളെല്ലാം തിരുത്തി. ഞാൻ നേരത്തെ പറഞ്ഞത് ഇച്ചിരി നേരത്തെ ആയിരുന്നു ഇൻഡസ്ട്രി വന്നത്. ആ ഒരു സമയത്ത് തീരെ ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ആ രീതിയിൽ അറിയാനുള്ളൊരു മാർഗങ്ങളും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സൽമാൻ ഖാൻ്റെ മസിൽ കണ്ടിട്ട് ആഗ്രഹം തോന്നിയ ഒരാളാണ്. അല്ലാണ്ട് നല്ല സിനിമകൾ കണ്ട് അങ്ങനെ സിനിമയിൽ ആക്ടിങ്ങിനോടുള്ള ഒരു ക്രേസ് കൊണ്ട് ഇങ്ങനെയൊന്നുമല്ല. ഒരാളുടെ രൂപം കണ്ടിട്ട് എനിക്ക് ഇതുപോലെ ആവണം, സിനിമ വരണം, അങ്ങനെ. അപ്പം എനിക്ക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ അതിനോടുള്ളത്. പക്ഷെ പിന്നീടാണത് ഈ പറഞ്ഞ പോലെ ഇത് രസമുള്ളൊരു ഇടത്താണ് ഞാൻ വന്ന് വീണിരിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് പതുക്കെയാണ് ഉണ്ടായത്. ഇനി കുഴപ്പമില്ല, കുഴപ്പമാൻ സമയമില്ല. ഇനിയിപ്പം മോൾ അഭിനയിക്കുന്നുണ്ട്, അത് കണ്ട് പഠിക്കാമല്ലോ. അതെ, അഭിനയം കൂടിയായല്ലോ ശരീരം. എൻ്റെ അടുത്ത് ഇന്നാളെ അത് അച്ഛനെ സാധിക്കാത്തത് ഞാൻ പിന്നെ എന്ത് സാധിക്കാത്തത് എനിക്ക് സാധിക്കും. എന്നെ താഞ്ഞിട്ടുണ്ട് ഇനി മക്കളിലൂടെ കണ്ട് സന്തോഷിക്കാനൊക്കെ. അതൊന്നും സാധിച്ചോളൂ, അങ്ങനെയൊന്നും പറ്റില്ല. മക്കളിലൂടെ ഇനി എല്ലാം നേടിയെടുക്കാന്നുള്ള സംഭവമൊന്നുമില്ല. നമുക്ക് ഇനി ഒരുപാട് നേടാണ്ട്. അല്ലാതെ അവരവരുടെ വഴിക്ക് നമുക്ക് നേടാനുള്ളതൊക്കെ ഇപ്പൊ നേടിക്കൊള്ളണം. സമയമില്ല ഇതിലൊന്നും. ശരിക്കും ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് കിട്ടാനുള്ള കിട്ടും. എന്താ ഇനി ചെയ്യാൻ തോന്നുന്നൊരു വേഷം? എനിക്ക് കിട്ടുന്ന വേഷം ഭംഗിയാക്കുക എന്നുള്ളതാണ്. അതില് ഇപ്പൊ കഥകൾ കുറെ കേൾക്കുന്നുണ്ട്. കാരണം അത് കേരള ക്രൈം ഫയൽ തുടങ്ങിയാണ് അങ്ങനെ ഒരു തിരക്ക് ഭയങ്കരമായിട്ട് വന്നേക്കാം. അതിലെ കഥാപാത്രത്തിന്റെ പ്രത്യേകതയാണെന്ന് അതായിരിക്കുള്ളൂ. അങ്ങനെ ഒരു വേഷം ആരും കണ്ടിട്ടില്ല, അതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതിനുശേഷം ഒരുപാട് സിനിമകൾ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ എല്ലാം നമുക്ക് കുറേ കഥകൾ മാത്രം കേട്ടിട്ട് കാര്യമില്ല. കഥകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പടം സിനിമയായിട്ട് പുറത്ത് വരുമെന്ന് ആദ്യം ചിന്തിക്കണം. വെറുതെ സിനിമയിൽ അഭിനയിച്ചിട്ട് ഇപ്പം അങ്ങനെ നോക്കിയാണ് നമ്മൾ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ.
കുറേ വേഷങ്ങൾ, അല്ലെങ്കിൽ പിന്നെ പൈസയ്ക്ക് വേണ്ടി കുറേ അങ്ങോട്ട് അഭിനയിക്കുക, ഇത്രേ ഉള്ളൂ. രാജേട്ടൻ അങ്ങനെ സിനിമകൾ അഭിനയത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നത് വളരെ കുറവാണല്ലോ. അത് എങ്ങനെയാ അത്തരം കഥാപാത്രങ്ങൾ കൃത്യമായി നോക്കി തന്നെ എടുക്കുവാണോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണോ ഞാൻ നോക്കും. 9 മണി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു എനർജി ഇല്ല. ഞാൻ നേരത്തെ ഉറങ്ങുന്നതാണ്, വളരെ നേരത്തെ എണീക്കുന്നതാണ്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ 22 ദിവസം ഫുൾ നൈറ്റ് വെളുപ്പിന് 6 മണി ഉറപ്പ് കഴിഞ്ഞപ്പോഴാണ് നമ്പർ 20 മദ്രാസ് ട്രെയിൻ. ഈ ട്രെയിൻ നൈറ്റ് ട്രാവൽ ചെയ്യുന്നില്ല. വൈകുന്നേരം 6 മണി തൊട്ട് വെളുപ്പിന് 6 മണി, അയ്യോ ഇനി എടുക്കാൻ പറ്റില്ല, സൺലൈറ്റ് വന്നു എന്ന് ക്യാമറാൻ ധ്യാനം മെൻസിന് പറയുമ്പോഴാണ് ജോഷ് സാർ നിൽക്കുന്നത്. എല്ലാവരും റൂമിൽ കിടന്ന് തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് 2 മണി തൊട്ട് ഔട്ട്ഡോർ എടുത്തിട്ട് വീണ്ടും ട്രെയിനിൽ. അങ്ങനെ 22 ദിവസം ട്രെയിനുള്ളിൽ തന്നെ. അയ്യോ കഷ്ടപ്പെടാം. അന്നൊക്കെ പറ്റും, നമ്മുടെ പ്രായം വെച്ചിട്ടൊക്കെ അങ്ങനെ എന്തിനും ചെയ്ത് നിൽക്കുകയല്ലേ സംഭവം. പക്ഷെ രാജേട്ടൻ തന്നെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, ലാലേട്ടൻ ഈ പറയുന്ന സമയം നോക്കാതെ സെറ്റിൽ നിൽക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അത്രയും ഡെഡിക്കേഷനോടെ നിൽക്കുന്ന ആളാണ്. മമ്മൂക്ക അങ്ങനെയല്ല, ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. ഇവരെല്ലാം കഴിഞ്ഞ 10-30 കൊല്ലമായിട്ടുള്ള രാത്രി 12 മണിക്ക് ഒരു പടം പാക്കപ്പായാണ്, പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് വേറെ പടം ജോയിൻ ചെയ്യാൻ. കാര്യം അത്രയും കണ്ടിന്യൂസ് പടങ്ങൾ. ഇവർ മലയാള സിനിമയെ നിർത്തിയവരല്ലേ ബിസിനസ്സുപരമായിട്ട് രണ്ടുപേരും, മമ്മൂട്ടി അതെ മോഹൻലാലും അതെ. അപ്പോൾ ഇവർ ഭയങ്കര കഠിനാധ്വാനമാണ്. പക്ഷേ മമ്മൂട്ടി എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കി അന്ന് വീട്ടിൽ വിളിക്കാൻ പോകും. മോഹൻലാലിന് 2 മക്കളും പഠിച്ചത് ഊട്ടിയിലാണ്. അപ്പോൾ ഒരു വെക്കേഷന് വരുമ്പോൾ ഇവർ മക്കളെയും കൊണ്ടുവന്ന് വെളി രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോകണം 10 ദിവസമേ ഉള്ളൂ. വേറെ ഊട്ടിയിലൊന്നും ഫോൺ ചെയ്യാനൊന്നും സമ്മതിക്കില്ല, പക്ഷേ ഇപ്പോൾ അവിടെ ഒന്നും വിളിക്കാൻ പറ്റില്ല. അപ്പോൾ മക്കളുമായിട്ട് അധികം ദിവസം മോഹൻലാലിന് ഇരിക്കാൻ പറ്റില്ല. അത് മമ്മൂട്ടി എങ്ങനെയാണ് സമയം കണ്ടെത്തി പോവും, അല്ലെങ്കിൽ വിളിക്കും. എനിക്കറിയാം, ട്രിവാൻഡ്രത്ത് പ്രിയദർശൻ്റെ പടം നടക്കുമ്പോൾ വൈകുന്നേരം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് 6 മണിക്ക് നമ്പാസ് കാർ അത് ഓടിച്ചു പോകും. അത് എറണാകുളത്ത് എത്തുമ്പോൾ തന്നെ 10 മണിയാവും. എന്നിട്ട് വീട്ടിൽ സ്പെൻഡ് ചെയ്തിട്ട് അവിടുന്ന് വെളുപ്പിന് 3 മണി തിരിച്ച് ഇവിടെ രാവിലെ 7 മണിക്ക് വരും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച. നമുക്ക് ഒരു പ്രാവശ്യം എറണാകുളത്ത് ബൈ റോഡ് വന്നാൽ തന്നെ ഭയങ്കര ക്ഷീണമാണ്. ഈ മദ്രാസ് മെയിലിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് അത്രയും ദിവസം ട്രെയിനിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു കൗതുകത്തിൽ ഒരുമിച്ചുള്ള നിമിഷങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു ആ സമയത്ത്? അല്ല, ഒരുമിച്ചല്ല, അതിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയായിരിക്കും. കാര്യം മമ്മൂട്ടി അന്ന് ശശിയേട്ടൻ്റെ പടമുള്ള മറ്റേ ഒരു വല്ലാതെ പല്ലൊക്കെ വെച്ചൊരു മൃഗയെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഷൊർണൂർ സ്റ്റേഷനിൽ നിന്ന് കയറിയിട്ട് നിലമ്പൂർ വരെ റൂട്ടാണ്. മമ്മൂട്ടി ചെയ്യുന്നത് കാലിക്കട്ട അവിടെയാണ് ചെയ്യുന്നത്, നമ്മൾ പാലക്കാട് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് വൈകുന്നേരം 6 മണിക്ക് പുള്ളി കയറും ഈ കരിയൊക്കെ അഴിച്ചിട്ട്. എന്നിട്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വണ്ടി ഓടിച്ച് നമ്മുടെ ട്രെയിൻ ഇപ്പം നിലമ്പൂർ സ്റ്റേഷൻ്റെ അടുത്ത് ഇങ്ങനെ ഇടത്ത് നിർത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ പുള്ളി അവിടെ വരും, അവിടെ കയറും. പുള്ളി 6 മണി വരെ അഭിനയിക്കും. കഴിഞ്ഞിട്ട് ഇവിടുന്ന് കാറിൽ അവിടെ പോയി വലിയ അടിച്ച് കരി അടിച്ച് വീണ്ടും മൃഗം. അങ്ങനെ എത്രയോ ദിവസം കൊണ്ട് പുള്ളി സെറ്റിലൊക്കെ ഒരു ഷോട്ടില്ലാതെ പിന്നെ ഇങ്ങനെ ഉറങ്ങും. കാര്യം അത്ര ടയേർഡായിരുന്നു. പിന്നെ അങ്ങനെ ഒരു പടം ജോഷി സാറ് പറഞ്ഞു, അങ്ങനെയൊക്കെ പുള്ളി ചെയ്തതാണ്. അതാണ് എൻ്റെ അനുഭവം. ട്രെയിനിലെ കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാര്യം ഇത് ഷൂട്ടിങ്ങിന് വേണ്ടി തന്നിരിക്കുന്ന ട്രെയിനല്ലേ, ഈ കമ്പാർട്ട്മെൻറ്റിൽ വെള്ളമില്ല, ഒന്നുമില്ല. ഇതിനകത്ത് നടികൾ ഉൾപ്പെടെ എല്ലാവരും പോയി അതിനകത്ത് യൂസ് ചെയ്യും വാഷ്റൂം, ഫസ്റ്റ് കോൾ ഓഫ് നേച്ചർ എന്നൊക്കെ പോകും. വെള്ളമില്ല. അപ്പോൾ നമ്മൾ ഇനി അറ്റത്ത് സീറ്റ് ഇരുന്നാലും നാറ്റമാണ് അതിനകത്ത് എല്ലാ ദിവസവും. ഭയങ്കര സ്മെല്ലൊക്കെ സഹിച്ചാൽ മതി. പക്ഷെ നമ്മൾ ബാക്കി കാര്യങ്ങളിലൊക്കെ മോഹൻലാലൊക്കെ പിന്നെ ഫുൾ വെള്ളം അടിച്ചിട്ടുള്ള പെർഫോമൻസ് നമ്മളൊക്കെ ആയിട്ട് അപ്പോൾ രസകരമായിരുന്നു. സീൻ വൈസ് ആ ജിങ്കി ചക്ക് ചാക്ക് ജിങ്കി ചക്ക, ഞാൻ അപ്പോൾ വാച്ച് നോക്കുകയാണ്, മണി വെളുപ്പിന് 3 മണി നമ്മൾ ആ ട്രെയിനിൽ പിടിച്ച് ജിങ്കി ചക്ക് ചാക്ക് ജിങ്കി ചക്ക, അതൊക്കെ ഒരു അനുഭവങ്ങളാണ്. ഇപ്പൊ CD മൂസ 2ാം ഭാഗം വരുന്നെന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് മിസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പറയുമ്പോൾ നമുക്കും അശ്വൻ ചേട്ടനും കൂടെ ഓർമ്മ വരുന്നത് ഈ ഹനീഫ് ഖായും ജഗൻ ചേട്ടനും അങ്ങനെയൊക്കെയാണ്. അപ്പം നിങ്ങളുടെ പറക്കുന്നടിയിലെ ഒരു രംഗമുണ്ടല്ലോ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൊട്ടയേറൊക്കെ നടത്തുന്ന ഭയങ്കര ബഹളമായിട്ടുള്ള ആ ഒരു സീൻ അത്രയും നിങ്ങൾ എങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്? അത് ശരിക്കും ഒരു യൂണിറ്റുകാർ താമസിക്കുന്ന ഒരു വീടായിരുന്നത്. JJ യൂണിറ്റ് അങ്ങനെ എന്തോ വാങ്ങാം, എറണാകുളത്തിന് കാക്കനാട് സൈഡിലൊരു. അവിടെ 4-5 ദിവസം എടുത്ത് അതെടുക്കാൻ, ഷൂട്ട് ചെയ്യാനായിട്ട്. മതിൽ ചാടി അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്തുള്ള ഈ മൊട്ടയേറും ബഹളവും എല്ലാം ചെയ്യും. കാരണം അത്രയും ഷോട്ട്സ് ഉണ്ട് അതിന്. അത്രയും രാത്രികളിലേ പറ്റുള്ളൂ. അത്രയും രാത്രി എടുത്തു നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നൊരു 300-400 കോഴിമുട്ടയേറ്റ് അന്ന് എറിഞ്ഞു. ഷോട്ടൊറ്റ ഷോട്ടിൽ എറിഞ്ഞ് കറക്റ്റായിട്ട് പൊസിഷനിൽ കൊണ്ടില്ലെങ്കിൽ പിന്നെ അത് വാഷ് ചെയ്ത് മുടിയൊക്കെ ഉണക്കി ഡ്രസ്സൊക്കെ ഉണക്കി ഉണ്ടാകും. പിന്നെ അങ്ങനെയൊക്കെ കുറേ പ്രാവശ്യം എടുത്താലേ അത് ശരിയാവുള്ളൂ. അങ്ങനെ എടുത്തു ശരിക്കും. പക്ഷെ അത് എൻജോയ് ചെയ്തു ശരിക്കും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്താലോ ഇങ്ങനെ ഒരു സംഭവം ചെയ്താലോ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കുറേ സംഭവങ്ങൾ കയറിയതില്ലേ നല്ല ത്രില്ലായിരുന്നു. കാരണം എല്ലാം നല്ല ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ്. ദിലീപ്, ഞാൻ, അനീഫിക്കയും സലീമും ഒക്കെ അവർ 4 പേരും ഞങ്ങൾ പൊലിപ്പിക്കുകയാണത്. അത് ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ട് തന്നെയാണ്. ടൈമിങ് കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയാവുന്ന കൊണ്ടിട്ട് ആ ഒരു മീറ്ററിൽ പിടിച്ചാണ് ചെയ്തത്. 5 ദിവസം എടുത്തു. 5 ദിവസം 4 ദിവസം 5 ദിവസമായിട്ട് എടുത്തു.
അതില് അഞ്ച് രാത്രി. അശ്വൻ ചേട്ടൻ പാടിയ ഒരു പാട്ടുണ്ട്, വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ്, എന്നെ പറ്റി ചിന്തിച്ചിരിക്കാണോ, അപ്പൊ കിട്ടുന്നതാണ്. അപ്പൊ കൈനിട്ടതാണ്. അപ്പൊ വരുന്ന എന്തെങ്കിലും ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നോക്കണ്ട ഉണ്ണി ഇത് ഞാനല്ല എന്നൊക്കെ പറയുന്നത്. ഇതുപോലെ പല ക്യാരക്ടറിലും അശ്വൻ ചേട്ടന്റെ പാട്ടുകളുണ്ട്, വരി തെറ്റിച്ചിട്ടുള്ള പാട്ടുകൾ ഇടയ്ക്ക് പാടാറുണ്ട്, അതെല്ലാം കൈനിടുന്നത് തന്നെയാണ്. അതെ അതെ, അത് അതൊന്നും സ്ഥിരം അതിൽ യഥാർത്ഥ ജീവിതത്തിൽ അതുപോലെ താഴം പാട്ട് പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങലേ സുപ്രഭാതം, എല്ലാത്തിനും അവസാനം സുപ്രഭാതം വരും. അത് ഡ്രാമയിൽ പണ്ട് ചെയ്തിട്ടുള്ളതാണ്. അതങ്ങനെ പോസ്റ്റ് ചെയ്ത സ്ഥലം കിട്ടി, അതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതവിടെ എടുത്ത് അങ്ങ് പോസ്റ്റ് ചെയ്തു. പിന്നെ ആ പടത്തിൽ അർജുനൻ പിള്ളി 5 മക്കളും, അത് കുറേ സീനിൽ അങ്ങനത്തെ പാട്ടുകളുണ്ട്. വേറെ ഏതാ രണ്ട് പാട്ടുകൾ ഓർമ്മയില്? കണ്ണുനീർ തുള്ളി പുരുഷനോട് ഉപമിച്ച കാളിദാസനോ സുപ്രഭാതം, 1000 പാദസോ രങ്ങൾ കിലുങ്ങി അമ്പലപ്പുഴ സുപ്രഭാതം, എല്ലാത്തിനും സുപ്രഭാതത്തിൽ കൂടെ നിർത്തുള്ളൂ. എനിക്ക് ഈ എൻ്റെ പടങ്ങളിൽ വെള്ളാനാനുള്ള നാടാണ് ഭയങ്കര സങ്കടം വരും. കാര്യം ആ പടത്തിൽ എത്രയോ ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചില്ലേ, മോഹൻലാൽ, ശോഭന, ഞാൻ, ലിസി, ബാക്കി ആരുമില്ലാണ്ട്. 87 എടുത്ത പടമാണ്. ആലോചിച്ച് ബാക്കി എല്ലാവരും മരിച്ചുപോയി. എല്ലാവരും ശോഭനക്കാരൻ, പപ്പുവട്ടൻ, ആരുമില്ല. കുഞ്ഞാണ്ടി പക്ഷേ എല്ലാവരും, സുമാരി ചേച്ചി, എല്ലാവരും, ലളിത, മീന ചേച്ചി, ഒട്ടും ആരുമില്ല. അതാണ് മധുസാർ എനിക്ക് ഞാൻ ചോദിച്ചപ്പോൾ, ഞാനല്ല വേറെ ആരോ ചോദിച്ചപ്പോഴും പുള്ളി പറഞ്ഞു പഴയ പടങ്ങൾ കാണാറില്ല. കാര്യം പടം കാണുമ്പോൾ കൂടെ അഭിനയിച്ചവരൊന്നും ഇല്ല, ഞാൻ ഒരു ശ്മശാനത്തിൻ്റെ നടുക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്നവരും തോന്നും എന്ന് പറയും. ആയാലും പഴയ സിനിമകളും ഇപ്പോഴും ആളുകൾ എടുത്ത് കാണുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇവരൊക്കെ തന്നെയാണ്, നമ്മളെ വിട്ടുപോയിട്ടുള്ള ഇവരൊക്കെ തന്നെയാണ്. പണ്ട് കാലത്ത് ഒരുപാട് പൊളിറ്റിക്കൽ സിനിമകൾ വന്നിട്ടുണ്ട്, രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമകൾ വന്നിട്ടുണ്ട്, ഫാമിലി മൂവീസ്. അതിനെല്ലാം നല്ല രീതിയിൽ ആരാധകരും ഓഡിയൻസും ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേരളം. പ്രതിച്ഛായം അതുപോലെ തന്നെ ഒരു വലിയ പ്രേക്ഷകരുണ്ടാവുന്ന സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. സന്തോഷം.